AK രാമകൃഷ്ണൻ സാറ്, സനന്ദ് സദാനന്ദൻ ഇവരാണ് നമ്മളോട് സംസാരിക്കുന്നത്. സാറ് ഇൻ്റർനാഷണൽ റിലേഷനിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഏരിയ. സാറ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആളാണ്. സംസാരിക്കാൻ പോകുന്ന വിഷയം എക്കണോമിക്സ് എന്നാണ് പൊതുവെ ധരിക്കുന്നത്. താരിഫ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ പാഠഭാഗത്തിൻ്റെ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ എക്കണോമിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. പൊളിറ്റിക്സാണ് ഏറ്റവും അധികം അതിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ചർച്ച. അപ്പോൾ അതിനു മുമ്പ് തുടക്കത്തിൽ നമ്മൾ അല്പം ലഘുവായിട്ട് ഇത് എക്കണോമിക്സ് ആണല്ലോ, എന്താണെന്നുള്ള രീതിയിൽ ഈ താരിഫിൻ്റെ ചരിത്രം എന്താണ്, ഈ താരിഫ് എന്നുള്ള അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. പക്ഷെ താരിഫ് ഇങ്ങനെ പല രീതിയിലാണ് അത് വരുന്നത്. ആ ചരിത്രം വളരെ ലഘുവായിട്ട് നമ്മുടെ സമയത്തിനകത്ത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, താരിഫ് കയറ്റുന്നതിലൂടെ ഇറക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ, അത് ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് തുടക്കമിടാൻ വേണ്ടി AK രാമകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ച ട്രംപിൻ്റെ താരിഫ് യുദ്ധം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സമകാലികമായ ഒരു വിഷയമാണ്. അതിൽ രണ്ട് തലങ്ങളുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഒന്ന്, ഈ ആഗോളതലത്തിൽ സമകാലികമായി മുതലാളിത്തം എങ്ങനെ പ്രവർത്തിക്കുന്നു, അമേരിക്കൻ നേതൃത്വം, ആ മുതലാളിത്തത്തിൻ്റെ നേതൃത്വം ഏത് വിധത്തിലേക്കാണ് ഇന്ന് പോകുന്നത്, ട്രംപിൻ്റെ കീഴിൽ പ്രത്യേകിച്ചും. ആ ഒരു തരത്തിലുള്ള മുതലാളിത്ത സാമ്രാജ്യത്വം എന്നൊക്കെ വിളിക്കുന്ന ഒന്ന് ഒരു വശത്തും, മറുവശത്ത് അമേരിക്കയിലടക്കം ശക്തിപ്പെടുന്ന ദേശീയവാദങ്ങളാണ്, തീവ്ര ദേശീയവാദങ്ങളാണ്. ട്രംപ് തന്നെ അധികാരത്തിലെത്തുന്നത് ഈ മാഗ പൊളിറ്റിക്സ് എന്ന് തന്നെ പറയുന്നത്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള അതിലുള്ള ആ അമേരിക്കൻ ഡൊമസ്റ്റിക് ഇക്കോണമിയുടെ പ്രാധാന്യം ഊന്നുന്ന ഒരു രാഷ്ട്രീയം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ രണ്ട് പരസ്പര വിരുദ്ധമായ സംഗതികളെന്ന് തോന്നാവുന്ന വിധത്തിൽ ഇമ്പീരിയലിസം ഒരു വശത്തും നാഷണലിസം മറുവശത്തും, അകത്തോട്ട് നോക്കുന്ന ഒരു രീതിയും ഇമ്പീരിയലിസത്തിന് പുറത്തോട്ട് നോക്കാതിരിക്കാൻ പറ്റുകയുമില്ല. ഇത് രണ്ടുമുള്ള ഒരു വൈരുദ്ധ്യത്തെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രതിനിധാനം ചെയ്യുന്നത്. അതിൽ താരിഫ് എന്നുള്ളത് ഈ ഒരു കോൺട്രഡിക്ഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. താരിഫുകളെക്കുറിച്ച് ധാരാളം സിദ്ധാന്തങ്ങളുണ്ട്. ആ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ താരിഫുകളുടെ ഉപയോഗത്തെപ്പറ്റി വേറെ വേറെ അഭിപ്രായങ്ങളാണ് നമുക്ക് കാണുക. ഏകമുഖമായിട്ടുള്ള ഒരു അഭിപ്രായം താരിഫുകളെക്കുറിച്ചില്ല. താരിഫ് നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു വിധത്തിലുള്ള നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഏർപ്പെടുത്തുന്ന ഡ്യൂട്ടിയാണ്, ടാക്സാണത്. താരിഫ് കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആ ദേശ അതിർത്തിയിൽ വെച്ച് തന്നെ ഏത് സാധനവും ആ രാജ്യത്തേക്ക് കടക്കുമ്പോൾ അതിൻ്റെ അതിർത്തിയിൽ തന്നെ ആ ടാക്സ് ചെലുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു റവന്യൂ മേക്കിംഗ് മെക്കാനിസമായിട്ട് താരിഫുകളെ ചരിത്രപരമായി ഭരണകൂടങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ റവന്യൂ ഉണ്ടാക്കണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാമഗ്രികളുടെ മേൽ താരിഫ് ഏർപ്പെടുത്തിയാൽ മതി. ഇപ്പോൾ അമേരിക്ക ഈ 50% നമ്മുടെയൊക്കെ രാജ്യത്ത് ഏർപ്പെടുത്തിയപ്പോഴും കാനഡയുമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ടും ഒക്കെയുള്ള ട്രേഡിൽ താരിഫുകൾ ഏർപ്പെടുത്തുന്നതോടുകൂടി അമേരിക്കൻ വരുമാനം എക്സ്പോണൻഷ്യലായിട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ വരുമാനമുണ്ടാക്കുന്ന രീതി താരിഫുകളുടെ കാര്യത്തിൽ ഇന്നും നടക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ ഫ്രീ ട്രേഡ് എന്നുള്ളത് ആഡം സ്മിത്തിൻ്റെയും ഡേവിഡ് റിക്കാർഡോയുടെയും ഒക്കെ ഒരു സൈദ്ധാന്തിക പദ്ധതിയിൽ താരിഫുകളെ പൂർണ്ണമായും ഒഴിവാക്കുക, അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ അതിനെ ഏറ്റവും ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ട്രേഡിലും മാർക്കറ്റിലുമൊക്കെ ഭരണകൂടം ഇടപെടാതിരിക്കുക എന്നുള്ളത് ആ മിനിമം ഗവൺമെൻറ് തീസിസ് ഒരു ഈ ഫ്രീ ട്രേഡ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമാണ്. ആഡം സ്മിത്തിനെയൊക്കെ ഉപയോഗിച്ചാണ് ഇന്നത്തെ നവലിബറലുകളും
മിനിമം ഗവൺമെൻറ് തീസിസ് മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ആ കാര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇത്. ഈ താരിഫുകളുടെ ഒരു ഫങ്ഷനിലൂടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പോലുള്ള റിക്കാർഡോ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന സംഗതി പലപ്പോഴും നടക്കില്ല. കാരണം ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളും അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളും അവർക്ക് സ്വതന്ത്രമായി അത് കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതിൻ്റെ മേൽ താരിഫുകൾ ഏർപ്പെടുത്തിയാൽ. അതുകൊണ്ട് ഈ ഇക്കണോമിക്സിൽ എപ്പോഴും പറയുന്ന ഒരു എഫിഷ്യൻസി ആർഗ്യുമെൻറ്റിന് എതിരായി പോകുന്ന ഒന്നാണ് താരിഫുകൾ എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയത്ത് ഈ ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള നേതൃസ്ഥാനത്തുള്ള രാജ്യം തന്നെയാണ് ഫ്രീ മാർക്കറ്റിന് എതിരായി ഏറ്റവും കൂടുതൽ ഇന്ന് താരിഫുകളെ പോലുള്ള ട്രേഡ് ബാരിയേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള ഒരു വിധത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നാവുന്ന ഒരു സംഗതി ഉള്ളത്. ഈ താരിഫുകളെക്കുറിച്ച് ഉള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള സിദ്ധാന്തങ്ങളാകമാനം ഈ ഇൻഫൻ്റ് ഇൻഡസ്ട്രീസ് ആർഗ്യുമെൻ്റാണ്. അത് പലപ്പോഴും 19-ാം നൂറ്റാണ്ടിലൊക്കെ അമേരിക്കയിലും അത് പ്രയോഗിച്ചിരുന്നു, ആ ആർഗ്യുമെൻ്റ് തന്നെ. പക്ഷെ കൂടുതലും പ്രയോഗിക്കാൻ ശ്രമിച്ചത് കൊളോണിയലിസം എന്നൊക്കെ അതിനെതിരെ പോരാടി മുന്നോട്ട് വന്ന പുതിയ രാജ്യങ്ങളാണ്. ഇന്ത്യ അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളടക്കമുള്ളവയൊക്കെ അവരുടെ വളരെ ഇൻഫൻ്റ് സ്റ്റേജ് ശൈശവാവസ്ഥയിലുള്ള വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് നേരെ താരിഫ് ഏർപ്പെടുത്തുക. അത്തരം സാമഗ്രികൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ഈ ഇൻഫൻ്റ് ഇൻഡസ്ട്രിക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് അത്തരം സെലക്റ്റീവായിട്ടുള്ള മേഖലകളിൽ താരിഫുകൾ ഏർപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ അഗ്രികൾച്ചറിന് താരിഫ് ഏർപ്പെടുത്തുന്ന പോലെ പല ഇൻഡസ്ട്രീസിനും ഇത് സ്വാഭാവികമായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ നാളികേരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കോക്കനട്ട് പ്രോഡക്ട്സ് ഓയിലും അതുമൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിനെതിരെ ശബ്ദമുണ്ടാവും. എപ്പോഴും റബ്ബറിൻ്റെ ഇമ്പോർട്ടിനെതിരെ ശബ്ദമുണ്ടാവും. ഇത്തരം മേഖലകളിൽ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു മേഖലയെ സംരക്ഷിക്കാൻ സാധിക്കും. ഇൻഫൻ്റ് ഇൻഡസ്ട്രീസ് ആർഗ്യുമെൻ്റ് പലപ്പോഴും ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് വരും. ഈ ഫ്രീ ട്രേഡിനെതിരാണത്. പക്ഷേ നാഷണൽ ഇൻഡസ്ട്രീസിനെ വളർത്താൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യും. ഇന്ന് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക തന്നെ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഇൻഡസ്ട്രീസിനെ അങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തത്. പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ട്സിന് വലിയ തോതിൽ താരിഫുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്കയിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് തന്നെ സാധ്യമായത്. ആ വിധത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നമുക്കിന്ന് സ്വാഭാവികമായിട്ട് കാണാൻ സാധിക്കും. അമേരിക്കൻ ഇൻഡസ്ട്രീസ് ചൈനയുടെയും ചില യൂറോപ്യൻ രാജ്യങ്ങളുടെയും അപൂർവം ചില കാര്യങ്ങളിൽ ഇന്ത്യയുടെയും ഒക്കെ അവർ പ്രധാനപ്പെട്ട ശക്തികളായിട്ട് അതിൽ വരുമ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് ഇപ്പോൾ IT രംഗത്താണെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ ചൈന ഇത്തരം കാര്യങ്ങളിൽ ഈ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത്, ചൈന പ്രത്യേകിച്ച് മുന്നോട്ട് വരുന്നത് തടയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കുക. അത്തരം മേഖലകൾ അമേരിക്കയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ട്രംപിൻ്റെ ആ മാഗ പ്ലാറ്റ്ഫോം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി മൊത്തമായിട്ടല്ല, ട്രംപിൻ്റെ ആ ഒരു കോർ ഐഡിയ തന്നെ ഈ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതിൽ ഈ അമേരിക്കൻ നാഷണലിസമുണ്ട്. ഇതുമാതിരിയുള്ള കോമ്പറ്റീഷനിൽ നിന്ന് അമേരിക്കയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അമേരിക്കക്കകത്ത് തന്നെ കൂടുതൽ അതുകൊണ്ട് അമേരിക്കൻ സാമ്പത്തിക രംഗത്തെ ഈ പ്രത്യേക ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കൃത്യമായിട്ടും ഒരു ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഇമ്പാക്റ്റായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കയിലുള്ള തൊഴിൽ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് വിശ്വസിക്കുന്നത്.
പക്ഷേ ഈ ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അനേകം സെക്ടേഴ്സ് അമേരിക്കയിലുണ്ട്. അപ്പോൾ അവയെ താൽക്കാലികമായെങ്കിലും വൻതോതിൽ ഈ താരിഫുകൾ ബാധിക്കുന്നുണ്ട്, ഇപ്പം തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലം അമേരിക്കൻ കൺസ്യൂമേഴ്സ് സാധനങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഈ വില കുറവുണ്ടാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ആളാണ് ട്രംപ്. പക്ഷേ ഈ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വില കുറക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കൺസ്യൂമേഴ്സ് വളരെ കൂടുതലായിട്ട് വില കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. നേരത്തെ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. നേരത്തെയൊക്കെ ഈ യൂറോപ്യൻ യൂണിയനൊക്കെ ഒരു കസ്റ്റംസ് യൂണിയൻ ഉണ്ടാക്കി. ഒരു കസ്റ്റംസ് യൂണിയൻ എന്ന് പറയും, യൂറോപ്യൻ യൂണിയൻ പോലുള്ള യൂണിയനുകൾ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു കാര്യം, അവരന്യോന്യം താരിഫുകൾ ഏർപ്പെടുത്തുകയില്ല. ഈ കസ്റ്റംസ് യൂണിയൻ്റെ പുറത്തുള്ള രാജ്യങ്ങളുമായി വലിയ തോതിലുള്ള താരിഫുകൾ ഏർപ്പെടുത്തും. അതുകൊണ്ട് കസ്റ്റംസ് യൂണിയൻ ഒരു താരിഫുകൾ കൊണ്ടുള്ള ഒരു വലിയ ഒരു മതിലാണ് അങ്ങനെ പണിയുന്നത്. മറ്റ് രാജ്യങ്ങൾക്കാണ് പ്രശ്നം. ഇതിലെ അംഗരാജ്യങ്ങൾ തമ്മിൽ ഒരു വിധത്തിലുള്ള ഫ്രീ ട്രേഡ് സാധ്യമാക്കും. ഇതുകൊണ്ട് യൂറോപ്യൻ യൂണിയന് ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പുറം രാജ്യങ്ങളോട് താരിഫ് ഉണ്ടാക്കി മാത്രം ഈ അകത്ത് കൂടുതൽ സമൃദ്ധി ഉണ്ടാക്കാമെന്നുള്ള ഒരു ധാരണയ്ക്ക് ആത്യന്തികമായി വന്നു ചേർന്നിരിക്കുന്ന ഒരവസ്ഥ യൂറോപ്യൻ യൂണിയന് ഒരു അമേരിക്കൻ ഡിപ്പെൻഡൻസാണ്. അതവരുടെ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് അമേരിക്ക ചെയ്യുന്നു അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കസ്റ്റംസ് യൂണിയനും ഒരുപക്ഷെ താരിഫുകൾ മെമ്പേഴ്സിൻ്റെ അകത്ത് ഇല്ലാതാക്കുക എന്നുള്ളതും കുറേ കാലത്തെ അനുഭവം കൊണ്ട് യൂറോപ്പിനും അതിനെ ഒരു മറികടക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയായി ഇന്ന് മാറിയിട്ടുണ്ട്. യൂറോപ്പിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇക്കോണമി ജർമ്മനിക്കൊക്കെ ഇന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. സ്കോളർഷിപ്പുകളുടെ എണ്ണം കുറയുന്നു, ഹയർ എഡ്യൂക്കേഷന് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് സപ്പോർട്ടഡാണ് അവയൊക്കെ. അതിലൊക്കെയുള്ള അവസരങ്ങൾ പതുക്കെ കുറഞ്ഞു വരുന്നു. അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് ഇപ്പോഴും ആയിട്ടില്ല, പക്ഷേ അടുത്ത വർഷങ്ങളിൽ അതാണ് നമ്മൾ കാണാൻ പോകുന്ന കാര്യം. അപ്പോൾ താരിഫുകൾക്കെതിരെ ഏറ്റവും ശക്തമായി നിലകൊണ്ടിരുന്നത് അറ്റ്ലീസ്റ്റ് സെലക്റ്റീവായിട്ടെങ്കിലും അത് നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു ശക്തമായ നിലപാടെടുത്തിരുന്നത് പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളായിരുന്നു. 50കളിലും 60കളിലും ഒക്കെ അത് ശക്തമായിരുന്നു. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഈ നവലിബറലിസം എന്നുള്ള രീതിയിൽ നമ്മൾ 70കൾ തൊട്ടൊക്കെ കാണുന്ന ലോക സാമ്പത്തിക മാറ്റത്തിനകത്ത് ആ നവലിബറലിസത്തിനെതിരെയുള്ള സാമ്പത്തിക നീക്കങ്ങളുമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ മുന്നോട്ട് വരുന്നതും ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അത് ദേശീയമായിട്ടുള്ള പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് സെലക്റ്റീവായി താരിഫുകൾ ഏർപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഇക്കോണമീസ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, 70കളിലൊക്കെ ശക്തമായിരുന്ന ഡിപ്പെൻഡൻസി തിയറി പോലുള്ള സിദ്ധാന്തങ്ങൾ, പിന്നെ സ്ട്രക്ചറൽ ഇക്കണോമിസ്റ്റുകൾ, റാവുൾ പ്രബീഷിനെ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ ചിന്തകർ, ഗുന്തർ ഫ്രാങ്കും ഇമാനുവൽ വാളസ്റ്റൈനും അവരൊക്കെ അടങ്ങുന്ന ഡിപ്പെൻഡൻസി തിയറിസ്റ്റുകളും ഒക്കെ കാര്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നോർത്തേൺ രാജ്യങ്ങളുമായി, ട്രഡീഷണലായിട്ട് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഈ ഫ്രീ ട്രേഡ് പോലുള്ള സമ്പർക്കങ്ങൾ ഈ രാജ്യങ്ങളെയൊക്കെ പാപ്പരാക്കുന്നതിലേക്കാണ് കലാശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ രംഗത്തെ, ഈ സാമ്പത്തിക രംഗത്തെ രക്ഷിക്കണമെങ്കിൽ കാര്യമായി ഭരണകൂടം ഇടപെടുകയും ഇതിൽ താരിഫും കോട്ടയും ഒക്കെ പോലുള്ള പിന്നെ പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു രാജ്യത്തിനും വികസിക്കാൻ സാധിക്കും. അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഭിന്നതയായി തന്നെ ലോകരാഷ്ട്രീയത്തിൽ നിലകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. സാറ് സിദ്ധാന്തങ്ങളുടെ ബേസിസിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിന് വളരെ ചുരുക്കത്തിൽ ഇങ്ങനെയാണ്. നമ്മൾ
ബ്രിട്ടൻ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന കാലത്ത് തടസ്സങ്ങളൊന്നുമില്ലാതെ ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പാകമായിരുന്നു. അപ്പോൾ താരിഫ് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. ഫ്രീ ട്രേഡ് എന്നുള്ള ഇതിൻ്റെ വേറെ രീതിയിൽ ഒരു കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി ബ്രിട്ടൻ എല്ലാ നാട്ടിലേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യയും അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളും അവരുടെ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മതിൽ കെട്ടാൻ തുടങ്ങി. ആ മതിലാണ് ഈ താരിഫ്. വികസിത രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിൽ വ്യവസായം ഉണ്ടാവില്ല. അതുകൊണ്ട് താരിഫ് എന്നുള്ള സംഗതി വരുന്നു. അത് 40കളിലാണ് അതിൻ്റെ ഒരു സംഗതി. പ്രൊട്ടക്ഷനിസം എന്നൊക്കെ പറയുന്ന രീതിയിൽ, സംരക്ഷണവാദം എന്ന രീതിയിൽ 80കളുടെ പകുതി ആകുമ്പോഴേക്കും ആ ചിന്താഗതിക്ക് മാറ്റം വരികയാണ്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നിങ്ങളുടെ എഫിഷ്യൻസി കൂടില്ല, നിങ്ങൾ മത്സരക്ഷമമാകൂ, ഈ പ്രൊട്ടക്ഷൻ മതിലുകളെല്ലാം തകർക്കൂ. അതാണ് ഈ താരിഫ് കുറക്കുക എന്നുള്ള രീതി 90 മുതൽ വന്നത്. അവിടെയാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ള കോണ്ടെക്സ്റ്റ്, ഈ ഫ്രീ ഫ്ലോ ഓഫ് കമ്മോഡിറ്റീസ് എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് ആ ചിന്താഗതിയിൽ മാറി ട്രംപ് 2016 അധികാരത്തിൽ വന്നത് മുതൽ ഇപ്പോൾ വീണ്ടും രണ്ടാമത് അധികാരത്തിൽ വന്നതോടുകൂടി ഭ്രാന്തമായ ആവശ്യത്തിൽ വീണ്ടും പഴയ രീതിയിലേക്ക് പോവുകയാണ്. 40കളുടെ രീതിയിലേക്ക് വീണ്ടും താരിഫ് ഉയർത്തിക്കൊണ്ട് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയുക പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ ചർച്ച തുടങ്ങുകയാണ്. അടുത്ത് ഇനി ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ള ടേം ഞാൻ ഉപയോഗിച്ചു. അതിന് മുമ്പും പിമ്പുള്ള താരിഫിലെ വ്യതിയാനങ്ങളെക്കുറിച്ച്, അല്ലെ കാഴ്ചപ്പാടുകളെക്കുറിച്ച്, അതിലെ വാദപ്രതിവാദങ്ങളെക്കുറിച്ച് സാറ് സംസാരിക്കും. അതിനിടയ്ക്ക് നമ്മൾ മൂന്നാമത്തെ അതിഥി അല്പം വൈകിയാണെങ്കിൽ വന്നിട്ടുണ്ട്. ജേർണലിസ്റ്റാണ് മുസ്തഫ പി ഇറക്കൽ. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാമായിരുന്നത്. അടുത്ത് സനത് സദാനന്ദൻ സംസാരിക്കും. നമസ്കാരം. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ കഴിഞ്ഞ എഡീഷനിൽ ഇതേപോലെ ഞാനും രാമകൃഷ്ണൻ സാർ സംസാരിച്ചിരുന്ന വിഷയം ട്രംപാനന്തര ലോകം എന്നുള്ളതായിരുന്നു. കൃത്യം 1 വർഷത്തിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം ട്രംപിൻ്റെ തീരുവ യുദ്ധം എന്നുള്ളതാണ്. അടുത്ത 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഇനി ട്രംപിൻ്റെ ലോകമോ അല്ലെങ്കിൽ ട്രംപിന് ശേഷമുള്ള ലോകമോ അല്ലെങ്കിൽ ട്രംപിൻ്റെ കീഴിലുള്ള ലോകമോ എന്നൊക്കെ ആവും വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും ട്രംപാണ് ഇതിലെ താരം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് കാർഡ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് താരിഫുകളുടെ ചരിത്രം, സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറ എന്താണ് എന്നുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇവിടെ ട്രംപ് തന്നെ പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഒരു പഞ്ച് ഡയലോഗുണ്ട്. ഡിക്ഷണറിയിലെ ഏറ്റവും മനോഹരമായ പദം എന്നുള്ളത് താരിഫാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ താരിഫിനെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു ടൂളായിട്ടാണ്, ഒരു വെപ്പണായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം ജനുവരി 20 അദ്ദേഹത്തിൻ്റെ എന്താണ് വിദേശ നയം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വ്യാപാര നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിക്ലറേഷൻ നടത്തിയിരുന്നു. അതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ടാരിഫ് എന്ന് പറയുന്നത് ഒരു ആയുധമാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ അവരെ ചൊൽപ്പടിക്ക് നിർത്താനും ഒക്കെയുള്ള ഒരു ടൂളാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? സാധാരണ എല്ലാ കാലത്തും അമേരിക്ക ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ബൈഡൻ്റെ കാലത്താണെങ്കിലും ചൈനയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ താരിഫ് കുറയ്ക്കലും കൂട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ട്രംപ് വളരെ ഓപ്പണാണ് അല്ലേ? നിങ്ങൾ നോക്കിയാൽ അറിയാം, സാധാരണ രീതിയിൽ ഒരു പ്രസിഡന്റുമാരും പറയാത്ത രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു, പെരുമാറുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അടക്കം ഓപ്പണാണ്. അതുകൊണ്ടാണ് പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളിലേക്കും ഒക്കെ അത് പോകുന്നത്. ഇവിടെ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു വന്നു ഗ്ലോബലൈസേഷൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു ഇന്ത്യയൊക്കെ കടന്നു പോയിട്ടുള്ള ഘട്ടമുണ്ട്, സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനിസം എന്നൊക്കെ പറയുന്ന ഇന്ത്യയുടെ ഒരു മിക്സഡ് എക്കോണമി എന്നൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും 90കളുടെ തുടക്കത്തിലുണ്ടായിട്ടുള്ള ലിബറലൈസേഷൻ, നമ്മൾ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ രീതിയിൽ ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുകയും വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സംഗതി. നമ്മളൊരു പക്ഷേ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഗാട്ട് കരാറിനെ പറ്റിയിട്ടും WTO പറ്റിയിട്ടും IMF, വേൾഡ് ബാങ്ക് എന്നൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചായക്കടകളിൽ പോലും ചർച്ചയായിട്ടുള്ള വിഷയമാണ്. അതിനുശേഷം ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ് ഇവിടെ പറഞ്ഞതുപോലെ ഈ ലോക വ്യാപാരത്തിനായി മുൻകൈയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ട്രേഡിനായി പറഞ്ഞിട്ടുള്ള അമേരിക്ക തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇവിടെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറയുന്ന ഒരേ സമയം തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി അത് വളരെ ചുരുങ്ങിയ സങ്കുചിതമായ അമേരിക്കൻ ദേശീയതയുടെ വാദം ഉപയോഗിച്ചുകൊണ്ട് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം, അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ലിബറൽ സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്കല്ലേ ഇതെന്നുള്ളതാണ് ഒരു ചോദ്യം.
കാരണം അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ പറഞ്ഞിരുന്നൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ വിപണി തുറന്നിടുകൂ, നിങ്ങൾക്ക് വിദേശ നിക്ഷേപങ്ങൾ വരട്ടെ, രാജ്യം വികസിക്കും, പ്രൊട്ടക്ഷനിസ്റ്റിൻ്റെയും ലൈസൻസ് രാജിൻ്റെയും ഒക്കെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞിടത്തുനിന്നാണ് നമ്മൾ തിരിച്ച് റിവേഴ്സലായിട്ട് പോകുന്നത്. ഇവിടെ അമേരിക്ക പറയുന്നത് നിലവിലുണ്ടാവുന്ന, നിങ്ങൾ അമേരിക്കയുടെ വ്യാപാര നയം, ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള നയം നോക്കിയാൽ അറിയാം, അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്ന കരാറുകളിൽ നമ്മൾ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത കരാറുകൾ റദ്ദാക്കണം എന്നാണ്, അതല്ലെങ്കിൽ അവയെ മാറ്റി എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നയമാണ്. അതാണ് നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ച ഈ ട്രംപിൻ്റെ പല തീരുമാനങ്ങളും. പലപ്പോഴും അത്ഭുതത്തോടെയാണ് ലോകം നോക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞു, ചൈനയ്ക്ക് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തുന്നത് എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ എന്തിനാണ് അമേരിക്ക കാനഡയ്ക്ക് താരിഫ് ഏർപ്പെടുത്തുന്നത്, അതല്ലെങ്കിൽ UK താരിഫ് ഏർപ്പെടുത്തുന്നത്, യൂറോപ്യൻ യൂണിയന് താരിഫ് ഏർപ്പെടുത്തുന്നത്? കാരണം ഇവരൊക്കെ തമ്മിൽ ഒരുപാട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള രാഷ്ട്രങ്ങളാണ്. ഈ അമേരിക്കയും കാനഡയും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ തമ്മിലുള്ള അതിർത്തി എന്നുള്ളതും, നയാഗ്ര വെള്ളച്ചാട്ടം പോലും എങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വലിയ ഐഡിയലായിട്ടുള്ള രൂപങ്ങളാണ്. അപ്പോൾ അവർക്കെതിരെ പോലും ട്രംപ് വലിയ രീതിയിൽ തീരുവ ചുമത്തുന്നുണ്ട്. എന്നാൽ തീരുവ ചുമത്തുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ പല തീരുവകളും ചൈൽഡിഷാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ പലപ്പോഴും ചോദിക്കും, ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻലാൻഡിനെ കീഴടക്കും എന്ന് പറയുന്നു. അപ്പോൾ 8ഓളം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എതിർത്തുകൊണ്ട് ട്രംപിന് കത്തയക്കുന്നു. അപ്പോൾ അവർക്കെതിരെ 25% തീരുവ ചുമത്തും എന്ന് പറയുന്നു. ഈ ചെറിയ കുട്ടികളൊക്കെ പറയുന്ന പോലെ നീയും പെട്ടു എന്ന് പറയുന്നത് നിനക്കെതിരെയും എന്ന് പറയുന്ന പോലെ കാനഡയെ ഭീഷണിപ്പെടുത്തുന്നു. ചൈനയുമായി കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ 100% തീരുവ ഏർപ്പെടുത്തും എന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ കാണേണ്ടത് ട്രംപിൻ്റെ കയ്യിൽ വാസ്തവത്തിലുള്ള ഒരു ഏറ്റവും പുതിയൊരു ആയുധമാണ്, പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഒരു ആയുധമാണ് ഇവിടെ ഈ തീരുവ എന്ന് പറയുന്നൊരു സംഗതി. അതിനെ നമ്മൾ ഒരു വിശാലാർത്ഥത്തിൽ നോക്കുമ്പോൾ മുൻകാലങ്ങളിൽ അമേരിക്ക തുടർന്നു പോകുന്ന, അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ലിബറൽ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുള്ള എന്നുള്ളൊരു തിരിച്ചുപോക്കാണ്. നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു തിരിച്ചുപോക്ക് എന്ന രീതിയിൽ പറയാം. അതിനുള്ള കാരണങ്ങളും സാറിയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് അകത്തുണ്ടാകുന്ന സംഗതികൾ, ഇൻറ്റേർണലായിട്ടുള്ള ഫാക്ടേഴ്സ്. കാരണം അമേരിക്കയുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നിങ്ങൾ നോക്കിയാൽ അറിയാം. ചൈനയുടെ വലിയ ഒരു വളർച്ചയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടും നോക്കിക്കഴിഞ്ഞാൽ ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് 536 ബില്യൺ ഡോളറിൻ്റെ ആണെങ്കിൽ തിരിച്ച് അമേരിക്ക ചൈനയിലേക്ക് കയറ്റുമതി എന്ന് 236 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ വളരെ കുറവ് മാത്രമാണ് അമേരിക്കയ്ക്ക് തിരിച്ചങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വലിയൊരു ബാലൻസ് അവിടെയുണ്ട്, ഡെഫിസിറ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ചൈന ആ ഭാഗത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളൊരു സംഗതിയാണ്. 2, അമേരിക്കയ്ക്ക് അകത്ത് നടക്കുന്ന ഇൻറ്റേർണലായിട്ടുള്ള ഘടകങ്ങൾ, അവിടുത്തെ ഫാമുകളാണെങ്കിലും കർഷകരെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ബാധിക്കുന്ന സംഗതികൾ. അതിനൊപ്പം തന്നെ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്, ഒരു ദേശീയതയുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന, അമേരിക്കയെ എഗെയിൻ ഗ്രേറ്റ് ആക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ട്രംപ് ഇത്തരത്തിൽ നടപടിയിലേക്ക് പോകുന്നത്. അതല്ലാതെ നമ്മളീ പറയുന്ന പോലെ മുൻപും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു യുദ്ധം എന്ന രീതിയിൽ തീരുവയെ ഒരു യുദ്ധമായി എടുക്കാനുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. 1, അമേരിക്കകത്തുള്ള ആഭ്യന്തരമായ കാരണങ്ങൾ. 2, ഗ്ലോബലി സ്ട്രക്ചറലായിട്ടുള്ള കാരണങ്ങൾ. ഒരു പോയിൻ്റ് കൂടി പറഞ്ഞു നിർത്താം, ഡോളറിന് സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റം. സാധാരണ നമുക്കറിയാം, നമ്മൾ ഗോൾഡ് അടിസ്ഥാനത്തിലായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ മാറ്റിയതിന് ശേഷമാണ് ഡോളറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ വ്യാപാര ബന്ധം ഉള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഡോളറിന് പകരമായിട്ട് മറ്റു കറൻസികളിൽ ഒരുപാട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിക്സ് രാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന ട്രേഡുകൾ. 2015 ലോകത്തിലെ മൊത്തത്തിലുള്ള വ്യാപാരത്തിൻ്റെ 63% ഡോളറിലാണെങ്കിൽ അത് 10 വർഷത്തിന് ശേഷം 57% മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രങ്ങൾ അവർ തമ്മിലുള്ള അവരുടെ കറൻസിയിലുള്ള, അത് യുവാനാവാം, റുപ്യാവാം, റൂബിളാവാം, എന്തും ആവാം. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അത് അമേരിക്ക ഒരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്, അമേരിക്കയുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഓയിൽ ട്രേഡ് ചെയ്യരുത്, ഇന്ന രാഷ്ട്രവുമായി ട്രേഡ് ചെയ്യരുത്, അമേരിക്കയുമായിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഈ പ്രശ്നങ്ങളെ കാണാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ ഒരു പോയിൻ്റ്, നമ്മളീ പറയുന്ന ഗ്ലോബലൈസേഷൻ്റെ ഒരു തരത്തിലുള്ള തിരിച്ചുപോക്ക് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്തഫ സാർ, നമ്മളെ
ഒരു 90 മുതൽ കുറേ കാലം നേരത്തെ പറഞ്ഞ മാതിരി പെട്ടിക്കടയിലും തെരുവുകളിലും ഒക്കെ പറഞ്ഞ് കേട്ട് ഭ്രാന്തായ ഒരു പദമാണ് ഈ ആഗോളവൽക്കരണം എന്നുള്ളത്. നിങ്ങളെല്ലാം വാതിലുകളെല്ലാം തുറന്നിടൂ, ധൈര്യമായി തുറന്നിടൂ, എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളെ മുകളിൽ അമേരിക്കയും യൂറോപ്പും ഒക്കെ തന്നെ തുറന്നിടാൻ പറഞ്ഞു. അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ വലിയ മതിൽ, എന്താ പറയുക, നമ്മളോട് ജനൽ തുറന്നിടാൻ പറഞ്ഞവർ അവർ ഇതിനെക്കാട്ടി വലിയ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ നേരെ വിപരീത രീതിയിലേക്ക്, ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എന്നുള്ള പദം ഇപ്പം പ്രയോഗത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ രീതിയിൽ ഇതിപ്പോൾ നമ്മൾ പറയുന്ന അത് സംഭവിക്കുന്നതാണോ? ഈ ഗ്ലോബലൈസേഷൻ ഇല്ലാണ്ടായി ഗ്ലോബലൈസേഷൻ എന്ന രീതിയിലേക്ക് മാറുകയാണോ ഈ അമേരിക്കയുടെ ഈ നയങ്ങൾ? എല്ലാവർക്കും നമസ്കാരം. ഇതിൽ തുടക്കത്തിലേ ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു. AK സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ മൊത്തം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ബിയോണ്ട് ദ ബൗണ്ടറീസ് എന്നാണ്. നമുക്കൊക്കെ എങ്ങനെയാണ് ലോകത്ത് ഉടനീളം നടക്കുന്ന സംഭവങ്ങളോട് പ്രതികരിക്കാൻ പറ്റുക? എനിക്കൊണ്ട് വൈശാഖൻ തമ്പിയാണത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് കാറ്റിൽ ഫീഡ് എന്നൊരു പദം പറയുന്നുണ്ട്. കാറ്റിൽ ഫീഡ്, കാലിത്തീറ്റ എന്ന് പറയുന്നുണ്ട്. കാലിത്തീറ്റയ്ക്ക് എന്താണ്? കാലിക്കയിലൊന്നും ചെയ്യാനില്ല അല്ലേ? കാലി തിരഞ്ഞെടുക്കുന്നതല്ലല്ലോ കാലിത്തീറ്റ. കാലി അവിടെ കൊണ്ടച്ച് കൊടുത്തത് അത് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ, അതിനതേ പറ്റൂ. അതുപോലെ തന്നെയാണ് ന്യൂസ് ഫീഡ് എന്ന പദവും ഭയങ്കര സാമ്യമാണ് അല്ലേ? കാറ്റിൽ ഫീഡ് എന്ന പദത്തിനോട് തന്നെ ചേർത്ത് പറയാവുന്ന ഒന്നാണ് ന്യൂസ് ഫീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഇൻ്റർനെറ്റിലൊക്കെ കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ എടുക്കുന്നതല്ല, നമ്മളെ മുന്നിൽ ഇങ്ങനെ വന്ന് ചേരുകയാണ്. നമുക്കതിനകത്തൊന്നും ചെയ്യാനില്ല, നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് അല്ലേ? നമ്മൾ വെറുതെ അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രമാകുന്നു. അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ബിയോണ്ട് ദ ബൗണ്ടറീസ്, നമുക്കെന്താണ് ഒരു കാഴ്ചപ്പാട് ഇതിനകത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുക? നമ്മൾ ഇത് കൺസ്യൂം ചെയ്യുന്നവർ മാത്രമല്ലാതെ നമ്മുടെ ഒരു അഭിപ്രായം രൂപപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഈ സെഷനുകളൊക്കെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ താരിഫുമായി ബന്ധപ്പെട്ട പ്രശ്നം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അതൊരിക്കലും നമ്മൾ ഇവിടുന്ന് ഡയസിൽ നിന്ന് സംസാരിക്കുന്നതല്ല, നിങ്ങൾക്ക് അതിനൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഇപ്പം ഞാൻ ട്രംപിൻ്റെ ആദ്യ ഭരണം നിൽക്കുന്ന കാലത്ത് US പോകാൻ എനിക്ക് അവസരം ഉണ്ടായി. വലിയ കാര്യമൊന്നുമല്ല, പോയി, അത്ര തന്നെ. അതിൻ്റെ വിസ പ്രോസസ്സിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു വലിപ്പത്തായിട്ട് പറയുന്നതല്ല. അന്ന് ഞങ്ങളെ അവിടെ കൊണ്ടുപോയത്, ഈ കേരളത്തിലെ അടക്കം പത്രപ്രവർത്തകരെ കൊണ്ടുപോയത് അവിടുത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, വിദേശകാര്യ വകുപ്പാണ്. വിദേശകാര്യ വകുപ്പിൻ്റെ അതിഥി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന നിലക്കാണ് നമ്മളവിടെ പോയത്. അവർ നമ്മളെ കൊണ്ടുപോയത് എന്തിനാണെന്ന് വെച്ചാൽ കൗണ്ടർ ടെററിസം ആക്ടിവിറ്റീസ്. അവർ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എത്ര ഫലപ്രദമാണ് എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. അന്ന് മിക്കവാറും പോയിട്ടുള്ളത് മുഴുവൻ വാഷിംഗ്ടൺ DC പോയി എന്ന് മാത്രമേ ഉള്ളൂ. മിക്കവാറും പോയിട്ടുള്ളത് ഈ മിനിയാപോളിസ്, ഡെൻവർ എന്നൊക്കെ പറയുന്ന ഈ കുടിയേറ്റക്കാരായ ആളുകൾ വലിയ തോതിൽ താമസിക്കുന്നിടത്താണ് പോയത്. പക്ഷേ അന്ന് പോയപ്പോൾ നമുക്ക് എല്ലാവരും തന്നെ നമ്മൾ ഇൻഫോർമലി അവർ ഡയറക്റ്റ് ചെയ്ത മീറ്റിങ്സൊക്കെ അവർക്ക് താല്പര്യമുള്ളത് മാത്രമായിരിക്കുമല്ലോ. നമ്മളവർ കൊണ്ടുപോയിരിക്കുന്നത്, നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ താമസിച്ച് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അവർ നിശ്ചയിച്ച യാത്രകളും നിശ്ചയിച്ച കൂടിക്കാഴ്ചകളും എല്ലാം ആ താല്പര്യത്തിന് പുറത്തായിരുന്നു. എന്നാൽ അല്ലാതെ ഇൻഫോർമലി നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഫസ്റ്റ് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് തന്നെ US വൈറ്റ് സൂപ്രമാസിസമാണ് യഥാർത്ഥത്തിൽ പ്രശ്നമാകാൻ പോകുന്നത്. US ഈ മറ്റ് തീവ്രവാദമൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, മറ്റ് തീവ്ര നിലപാടുകളെക്കാൾ അതിശക്തമായി വരാൻ പോകുന്നത് വൈറ്റ് സൂപ്രമാസിസമാണ്. വെള്ളക്കാരുടെ ഒരു മേധാവിത്വം, ഒരു അതിദേശീയത, കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ദേശീയത കടുത്ത രീതിയിൽ വരുമെന്നും US ജനങ്ങൾ അരക്ഷിതരാകുമെന്നും അരക്ഷിതരായിരിക്കുന്ന ആളുകൾ എങ്ങനെ പെരുമാറുമെന്ന് പറയാത്ത വിധം അത് സംഭവിക്കും എന്നുള്ളതാണ്. തീർച്ചയായും നമ്മളത് കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുമ്പോൾ ക്യാപിറ്റൽ ഹില്ലിലേക്ക് ആളുകൾ ഇരച്ചു കയറി ഇല്ലേ, ഹൂളിഗൻസ് കൂട്ടം അവിടെ ഇരച്ചു കയറി ഇല്ലേ, വലിയ തോതിലുള്ള സംഘർഷം തന്നെ അവിടെ ഉണ്ടായി. അപ്പോൾ ആ പെരുമാറ്റത്തിൻ്റെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികരണത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. തീവ്രമായ ഈ അതിദേശീയത കത്തിച്ചു വെച്ചതിൻ്റെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതാണ് ശരിക്കും ഈ ആൻറ്റി ഗ്ലോബലൈസേഷന് തിരിച്ചു നടക്കുന്നത്. അത് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പരസ്പരാശ്രിത ലോകത്ത് എങ്ങനെയാണത് സാധ്യമാവുക? പരസ്പരം നമുക്ക് എങ്ങനെയാണ് അടച്ചിട്ടും മറ്റുള്ളവരെ മുഴുവൻ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചും എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അമേരിക്കക്ക് രണ്ടാമത് ട്രംപ് വരുമ്പോൾ നമ്മൾ ട്രംപിനെ കുറിച്ച് പിന്നെയും സംസാരിക്കേണ്ടി വരികയും അദ്ദേഹത്തിന് ഇതല്ലാതെ വഴിയില്ല. അമേരിക്കയെ വീണ്ടും മഹത്താക്കാൻ മാഗ എന്ന മുദ്രാവാക്യം വെക്കുന്നതൊക്കെ ഈ പറയുന്ന അതിദേശീയതയുടെ
ഉൽപ്പന്നം എന്ന നിലയിലാണ്, ഞങ്ങൾ വളരെ മുന്നിലാണ്, ഞങ്ങളാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ ഡിക്റ്റേറ്റിംഗ് പവർ വളരെയധികം ലൂസായ സമയത്താണ് ഇത് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. വളരെ ലൂസായിക്കൊണ്ടിരിക്കുകയാണ്. സാറൊക്കെ അത് പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിന്നെ ചൈനയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഒരു 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 നയം ഒരു പ്രതിരോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബ്രിക്സ് വേണമെങ്കിൽ ഒരു കറൻസിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ യൂണിയന് തന്നെയും അതിശക്തമായി ട്രംപിനോട് വിയോജിപ്പുണ്ട്. അപ്പം ഒരു ഭാഗത്ത് ഇന്ത്യയുമായി അൺഫേവറബിൾ ആയൊരു ബാലൻസ് ഓഫ് ട്രേഡ് അവർക്കുണ്ട്. നമ്മുടെ കയറ്റുമതിയാണ് വളരെ കൂടുതൽ, യു എസിന് അതിൽ പ്രശ്നമുണ്ട്. അങ്ങനെ ഡോളറിൻ്റെ മൂല്യത്തിൽ ഡോളറിൻ്റെ മേധാവിത്വത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് മിലിറ്റൻ്റായി വളരെ വിസിബിളായി ആക്രമണോത്സുകമായി ഈ താരിഫ് നയം നടപ്പാക്കിയേ പറ്റൂ. അതെനിക്ക് തോന്നുന്നില്ല ഈ ഗ്ലോബലൈസേഷൻ്റെ നിന്നുള്ളൊരു തിരിച്ചു നടപ്പോ ഒന്നുമല്ല, മറിച്ച് ഈ യു എസിനകത്തുള്ള ആഭ്യന്തര സമ്മർദ്ദത്തിനും യു എസിനെ ഉയർത്തി നിർത്താനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഒറ്റ കാര്യം ഞാൻ പറയാം. ഇന്ത്യയോട് എന്താണ് പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട, ഡിക്റ്റേറ്റ് ചെയ്യാണ്. നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കോളാം? നിങ്ങൾ വെനിസ്വേലയിൽ നിന്ന് വാങ്ങൂ, ഇറാനിൽ നിന്ന് നിങ്ങൾ വാങ്ങണ്ട എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാണ്. രസകരമായ കാര്യം, ഇന്ത്യയും ഈ തീവ്ര ദേശീയതയുടെയും തീവ്ര വലതുപക്ഷത്തിൻ്റെയും ഒരു യുക്തിയിലാണ് ഇന്ത്യൻ ഭരണകൂടവും പോകുന്നത്. അങ്ങനെ പോകുന്ന ഇന്ത്യൻ ഭരണകൂടത്തെ പോലും, അല്ലെങ്കിൽ പോലും എന്ന് ഞാൻ പറയാൻ കാരണം, തിരിച്ച് വലിയ സ്വരത്തിലുള്ള പ്രതിരോധവും അതേ നാണയത്തിലുള്ള മറുപടിയും ഉണ്ടാകേണ്ട ഇടത്ത് നിന്ന് വളരെ കീഴടങ്ങലിൻ്റെ സ്വരം ഉണ്ടാകുന്നു. നമ്മളിപ്പം വെച്ചിട്ടുള്ള US ഇന്ത്യ കരാർ, അതിലേക്ക് എത്താം, അതിൻ്റെ വലിയ നിദർശനമാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പൊളിറ്റിക്സിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഇക്കണോമിക്സ് പഠിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 3 പേരും സൂചിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ട്രംപിൻ്റെ ഈ രണ്ടാം വരവിലെ പിരാന്ത് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല, മറിച്ച് അമേരിക്ക ഇന്ന് അകപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നാണ് 3 പേരും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് അല്പം ഡീപ്പായിട്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായി അമേരിക്ക ചെന്നുപെട്ടിട്ടുള്ള ദുരവസ്ഥ എന്താണെന്ന് രാമകൃഷ്ണൻ സാർ ഒന്ന് സൂചിപ്പിക്കാം. അമേരിക്കയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അമേരിക്കയിൽ കുറേ കാലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട്, അത് സെൻട്രൽ പെൻസിൽവേനിയയിൽ ആണ് ഞാൻ ഉണ്ടായിരുന്നത്. നിങ്ങൾ ആ പെൻസിൽവേനിയയുടെ പടിഞ്ഞാറ് ഭാഗം, ഒഹായോ, മിഷിഗൺ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ മേഖലയൊക്കെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സായിരുന്നു. മിഷിഗണൊക്കെ ഡിട്രോയിറ്റും ഒക്കെ കാർ ഉണ്ടാക്കുന്ന കമ്പനി ഫോർഡിൻ്റെയൊക്കെ സ്ഥലമാണ്. നിങ്ങൾ പെൻസിൽവേനിയയിലും ഒഹായോയിലും മിഷിഗൻ്റെ പല ഭാഗത്തും പോയി കഴിഞ്ഞാൽ, ഇത് മറ്റു പല അമേരിക്കയുടെ പല സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. അവിടുത്തെ പഴയ ഇൻഡസ്ട്രീസ് എല്ലാം പൊളിഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വിധത്തിലുള്ള പ്രേതബാധിതമായിട്ടുള്ള നഗരങ്ങളെ പോലെയാണുള്ളത്. ഈ മേഖല അധികവും മിഷിഗണിലെ ഡിട്രോയിറ്റ് നഗരമൊക്കെ ഒഴിച്ച് മറ്റു പല ഭാഗങ്ങളും ബഹുഭൂരിപക്ഷം വെള്ളക്കാരുള്ള പ്രദേശമാണ്. ഞാൻ പഠിപ്പിച്ച ബക്നൽ യൂണിവേഴ്സിറ്റിയിൽ അതുള്ള പ്രദേശം ലൂയിസ്ബർഗ് എന്നൊക്കെ പറയുന്ന ടൗൺ 99% വെള്ളക്കാരുള്ള സ്ഥലമാണ്. ഈ വൈറ്റ് വർക്കിംഗ് ക്ലാസ്, ഈ പഴയ ഇൻഡസ്ട്രീസ് തകരുമ്പോൾ ഈ വെള്ളക്കാരുടെ തൊഴിൽ പോകുന്നത് വെള്ളക്കാർക്കാണ്. ആർക്കാണ് തൊഴിൽ ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവർക്കാണ്. ചൈനയിൽ ഇൻഡസ്ട്രീസ് വളരെയധികം വികാസം പ്രാപിക്കുന്നത് കൊണ്ടാണ് ഈ കമ്പനികളും ഈ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പൂട്ടേണ്ടി വരുന്നത്. കാരണം ചൈനയിൽ നിന്ന് ചീപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ താരിഫ് എന്നൊക്കെ ഉള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ അപ്പോൾ ഈ വെള്ളക്കാരുടെ ഈ വൈറ്റ് സൂപ്രമസിസം ഒക്കെ പറയുന്ന ഒരു സംഗതി വരുന്നതിന് കൃത്യമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു ഇന്നർ ലോജിക്ക് കൂടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. എന്തുകൊണ്ട് വിദേശവിരുദ്ധത, എന്തുകൊണ്ട് ഇമിഗ്രേഷനെതിരായിട്ടുള്ള നിലപാടുമൊക്കെ വരുന്നു ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന്? ഇവരൊക്കെ പണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വെള്ളക്കാരിൽ വലിയൊരു ഭാഗം അങ്ങനെ ചെയ്തവരാണ്.
അവരൊക്കെ തന്നെ ഈ ട്രംപിൻ്റെ രീതിയിലുള്ള അതിതീവ്ര ദേശീയവാദികളായിട്ടുള്ള ഇമിഗ്രൻസിനെതിരായിട്ടുള്ള ചൈനക്കെതിരായിട്ടുള്ള ഒക്കെ ഒരു നിലപാടിലേക്ക് മാറുന്ന സാമൂഹ്യ യാഥാർത്ഥ്യം, സാമ്പത്തിക യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ അമേരിക്കയിലുണ്ട് എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യത്തെ ഒരു പോസിറ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് ബേണി സാൻഡേഴ്സിനെ പോലുള്ള പൊളിറ്റീഷ്യൻസ്. അദ്ദേഹമാണ് ആദ്യ തവണ ട്രംപ് വന്ന ആ സമയത്തുള്ള ഇലക്ഷനിൽ ബേണി സാൻഡേഴ്സ് വലിയൊരു ശക്തിയായിട്ട് വന്നിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ വിസമ്മതിക്കുകയാണ്. ഒഫീഷ്യൽ ഡെമോക്രാറ്റിക് ലൈൻ അദ്ദേഹത്തെ തഴയുകയാണ് ചെയ്തത്. പക്ഷേ ഈ ബേണി സാൻഡേഴ്സും പിന്നെ അലക്സാണ്ട്രിയ ഒക്കാസിയോ കോർട്ടസും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് അവിടെ വളരെ പ്രധാനമാണ്. ഇത്തരം ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവർ. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മെയിൻ സ്ട്രീം അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ അമേരിക്കൻ പൊളിറ്റിക്സിൽ നിന്ന് കുറച്ചെങ്കിലും ഇടത്തോട്ട് പോയി ഈ പ്രശ്നത്തെ ഒരു വർക്കിംഗ് ക്ലാസ് പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇത് ആൻറ്റി ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റിലേക്ക് പോകരുത് എന്ന് നിഷ്കർഷിച്ച് അവരെ ഒന്നിച്ചു പിടിച്ചുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനുള്ള പരിശ്രമം നടന്നു. അമേരിക്കയിലെ മെയിൻ സ്ട്രീം അത് റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആ മെയിൻ സ്ട്രീം ആണെങ്കിലും അതിന് ഘടകവിരുദ്ധമായിരുന്നു. അതിന് മൂലധന താല്പര്യങ്ങളുണ്ട്. അവരുടെ പാർട്ടികളൊക്കെ നിലനിൽക്കുന്നത് വൻ ഫാർമ കമ്പനികൾ, ആയുധ കമ്പനികൾ, ഇവർ ഇൻഷുറൻസ് കമ്പനികൾ, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വർക്കിംഗ് ക്ലാസ് പൊളിറ്റിക്സിലേക്ക് പോകാനുള്ള ഒരു സന്നദ്ധതയും ഡെമോക്രാറ്റിക് പാർട്ടി അടക്കം കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ട്രംപ് വളർന്നു വരാനുള്ള വളക്കൂറുള്ള ഒരു മണ്ണ് സ്വരൂപിക്കപ്പെടുന്ന ഒരു അവസരം നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ഷനിൽ ഇങ്ങനെയൊക്കെ ട്രംപിനെയൊക്കെ ഒരു പ്രാവശ്യം അബദ്ധത്തിലൊക്കെ വന്നതായിട്ടാണ് പലരും കരുതുന്നത്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം കൂടുതൽ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയി. അതിന് സാമ്പത്തികമായിട്ടുള്ള അടിത്തറയുണ്ട്. അമേരിക്കൻ ഇക്കോണമിയിൽ സംഭവിച്ചിട്ടുള്ള പല മാറ്റങ്ങളുടെയും അനന്തരഫലമാണ് അത്. അതുകൊണ്ടാണ് ഈ ദേശീയ താരിഫിനെ ഒരു ആയുധമാക്കി അത്തരം ശക്തികളെ കൂടെ പിടിച്ചു നിർത്താൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഈ ഇത്തരം നമ്മൾ ഭ്രാന്തമെന്ന് വിളിക്കുന്ന ഒരു ആശയത്തിന് പിന്തുണ നൽകുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം അവിടെ ഉണ്ടെന്നാണ് സാർ സൂചിപ്പിക്കുന്നത്. ഒരു അപരവൽക്കരണം, ഈ മൈഗ്രൻസിനെ അപരവൽക്കരിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ അമേരിക്കൻ ജനതയിൽ ഒരു രാഷ്ട്രീയം വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ട്രംപിൻ്റെ ഈ നയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ ലോകക്രമത്തിൽ വന്നിട്ടുള്ള ഭൗമരാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്നുള്ളത് ഈ താരിഫിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് അദ്ദേഹം പറഞ്ഞ ചൈന ഈ 90-കൾക്ക് ശേഷം ഏകലോക ക്രമം എന്ന രീതിയിൽ അമേരിക്കയുടെ ഒരു ഡോമിനൻസ് ലോകത്തുണ്ടായിരുന്നു. ഇന്ന് ആ ഡോമിനൻസിനെ സാമ്പത്തികമായും മറ്റു രീതിയിലും വെല്ലുവിളിക്കുന്ന ചില ശക്തികളും കൂട്ടായ്മകളും രൂപപ്പെടുന്നു. ഒന്ന് ചൈനയാണ്, സാമ്പത്തികമായിട്ടും മറ്റും. 2 ബ്രിക്സ് കൂട്ടുകെട്ട്, യൂറോപ്യൻ യൂണിയൻ എന്നുള്ള സംഗതി. ഇങ്ങനെയുള്ള ഭൗമരാഷ്ട്രത്തിൽ വരുന്ന സംഗതികളിൽ ഒരു മേൽക്കോയ്മക്കുള്ള ഒരു ഭ്രാന്തമായ ആവേശം ട്രംപ് കാണിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ആയുധം മാത്രമാണ് ഈ പറയുന്ന താരിഫ്. വെനിസ്വേലയിലെ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തി, ഗ്രീൻലാൻഡ് ഞാൻ പിടിച്ചെടുക്കും, ഗാസയെ ഞാൻ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും, ഇത്തരത്തിൽ പറയുന്ന ഭ്രാന്തിൻ്റെ പിന്നിൽ ഒരു ഭൗമരാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്നുള്ള സാറ് പറയൂ. കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. അതായത് ലോകത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം അമേരിക്കയുടെ ഒരു ധ്രുവ ലോകം എന്നൊക്കെ പറയാവുന്ന ഒരു ലോകം ഉണ്ടാവുകയും, പക്ഷേ അതിനൊരു 2016 കൂടിയൊക്കെ 14-16 കൂടിയിട്ടൊക്കെ മാറ്റങ്ങൾ വന്നതായി കണക്കാക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റായി പറയുന്നത് റഷ്യ ക്രെംലിയ പിടിച്ചെടുക്കുന്നതാണ്. യുക്രൈൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭാഗം പിടിച്ചെടുക്കുന്നു വന്നിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ അതുവരെ അമേരിക്കയ്ക്ക് കാര്യമായിട്ടുള്ള വെല്ലുവിളികൾ ആരും ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇറാഖ് കണ്ടു, അഫ്ഗാനിസ്ഥാൻ കണ്ടു, ലിബിയ കണ്ടു. പല രാഷ്ട്രങ്ങളിലും അമേരിക്ക ഏകപക്ഷീയമായി ഇടപെടുകയും സൈനിക നടപടി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റഷ്യയുടെ ഒരു തിരിച്ചുവരവ് ചില മേഖലയിലുണ്ടായി. പ്രധാനമായും ട്രേഡ് രംഗത്ത് ചൈനയുടെ വലിയ ഒരു വളർച്ചയുണ്ടായി. ചൈന പല മേഖലയിലെയും അമേരിക്കയെ കോമ്പറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഉദാഹരണമായിട്ട് ഇപ്പോൾ പറഞ്ഞ സംഭവം തന്നെ എടുക്കാം. ചൈനയ്ക്കെതിരായിട്ട് അമേരിക്ക തിരിവ് പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ച് ചൈനയും തിരിവ് പ്രഖ്യാപിക്കുന്നുണ്ട്.
അമേരിക്ക ചൈനയിലേക്ക് സോയാബീൻ കയറ്റുമതി തടയുമ്പോൾ തിരിച്ച് ചൈന ചെയ്യുന്നത് റയർ എർത്ത് മെറ്റീരിയൽസിനെ തടഞ്ഞു വയ്ക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ അമേരിക്കയ്ക്ക് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന രീതിയിൽ അമേരിക്കയ്ക്ക് എതിർ ശബ്ദങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ബ്രിക്സ് ഉയർന്നു വരുന്നുണ്ട്, അങ്ങനെ പല മേഖലയിലും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏക ലോകത്തിൽ നിന്നുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം സൈനികമായ രീതിയിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും ഡോമിനൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ വെനസ്വേലയിൽ സംഭവിച്ച കാര്യം ആലോചിച്ച് നോക്കിയാൽ അറിയാം. രാത്രിയിൽ വന്ന് എടുത്ത് നേതാവിനെ വെക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു, പുതിയ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നു, വെനസ്വേലയുടെ എണ്ണ ആർക്ക് കൊടുക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. അവിടെ അമേരിക്കയ്ക്ക് മാത്രമാണ്, വേറെ എതിർ ശബ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം മേഖലയിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും ഡോമിനൻസ് ഉണ്ട്. നമ്മൾ പൂർണ്ണമായും സൈനികമായിട്ട് അമേരിക്ക പുറകെ പോയി എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ഉദാഹരണം ഇവിടെ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 1ാം കപ്പൽ വ്യൂഹം എത്തി, 2ാമത്തെ കപ്പൽ വ്യൂഹം എത്തിക്കൊണ്ട് ഇറാനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും എതിർ ശബ്ദങ്ങളില്ല. പക്ഷെ അതിനർത്ഥം സൈനികമായും രാഷ്ട്രീയപരമായിട്ടും അമേരിക്കയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായ മേഖലയിൽ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല മേഖലയിലും അമേരിക്ക പുറകിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ അതിനുവേണ്ടി ആണ് ട്രംപ് പലപ്പോഴും വളരെ കടുത്ത നടപടികളിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭൗമ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പ്രധാനമാണ്. ട്രംപിനെ പ്രധാനമായിട്ടും അത്തരം കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുവ യുദ്ധത്തിലേക്കൊക്കെ ട്രംപ് പോകാനായിട്ട് ഒരു കാരണമെന്ന് പറയുന്നു. സമയപരിമിതി എന്നാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ മറ്റു മേഖലയിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, അമേരിക്ക ഒരു ഭാഗത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങണം, ഇറാനിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അമേരിക്ക പറയുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള കരാറ്, നിങ്ങൾ താരിഫിൻ്റെ വലിയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ വലിയ തലക്കെട്ടായിരുന്നു. ഇന്ത്യ അമേരിക്ക കരാറ് ഏകദേശം അതിൻ്റെ ഫ്രെയിം വർക്കായി എന്ന രീതിയിൽ. ഓക്കെ, ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പറയുമെന്ന് പറഞ്ഞു, ജസ്റ്റ് മാത്രമെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഞാനിവിടെ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്നൊരു പത്രത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ വാർത്ത, ഫസ്റ്റ് പേജ് വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ സറണ്ടർ ചെയ്തു എന്ന രീതിയിലാണ്. പക്ഷേ അതേപോലെ തന്നെ 2ാമത്തെ ദിവസം മറ്റു തലക്കെട്ട് കൊടുക്കുന്നു, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുന്നു, അവിടെയും ഇന്ത്യ ജയിച്ചു, വ്യാപാരത്തിലും ഇന്ത്യ ജയിച്ചു എന്ന് കൊടുക്കുന്നുണ്ട്. പലപ്പോഴുള്ളൊരു പ്രശ്നം, നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പലപ്പോഴും നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു, മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ വരിക എന്നുള്ളത് കൂടി ഒരു പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ പൂർണ്ണമായും അന്താരാഷ്ട്ര ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകളിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളോ അതല്ലെങ്കിൽ പ്രൊപ്പഗാണ്ട മീഡിയാസോ പറയുന്ന സംഗതികൾ മാത്രം വിശ്വസിക്കരുത് എന്നുള്ളത് കൂടി പ്രധാനമാണ്. എനിക്കൊന്ന് ഇന്ത്യയെ സംബന്ധിച്ചുള്ള വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മുസ്തഫ സാർ സംസാരിക്കുന്നത് പറയുന്നു. ഇവിടെ ഇരിക്കട്ടാ, അടുത്ത പാനൽ സാറേ, ബാബു സാർ ഇവിടെ ഫ്രണ്ടിലിരിക്കാം. നമ്മൾ ഈ പറയുന്ന 2025 തീരുവ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും മറുഭാഗത്ത്, US-ൻ്റെ മറുഭാഗത്ത് വാളും പിടിച്ചു നിന്നിരുന്ന ഇന്ത്യയാണ്. ഇന്ത്യക്കെതിരെയുള്ള പകരം ചുങ്കം എന്ന രീതിയിലേക്കാണ് മോദിയും ട്രംപും ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നാടകത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് ഇന്ത്യ US വ്യാപാര കരാറാണ്. നമ്മുടെ കർഷകർ അതിനെതിരെയുള്ള സമരത്തിലുമാണ്, പ്രക്ഷോഭത്തിലുമാണ്. അപ്പോൾ ഇത് പല രീതിയിൽ ഇപ്പോൾ വരുന്ന ഈ അംഗീകരിക്കപ്പെട്ട വ്യാപാര കരാർ ഈ താരിഫിൻ്റെ ചർച്ചകളുമായി ട്രംപിൻ്റെ ഈ അധീശത്വ നയങ്ങളുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനെക്കുറിച്ച് 2 വാക്ക്. ഇന്ത്യ US കരാർ എന്ന് നമ്മൾ പറയുന്നതനുസരിച്ച് ഈ പദങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഈ പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗസ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് ജൂയിഷ് സെറ്റിൽമെൻറ്റ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾ ഈ പത്രത്തിലൊക്കെ വാക്കതാണ്, ജൂത കുടിയേറ്റം എന്നാണ് പറയുക. സത്യത്തിൽ അത് കയ്യേറ്റമല്ല നടക്കുന്നത്. മറ്റവൻ്റെ ഭൂമിയിലേക്ക് കയറി ഒന്നുണ്ടാക്കുന്നത്, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്, അവരെ പുറന്തള്ളുന്നത് കയ്യേറ്റമാണ്. നമ്മൾ ഈ പദങ്ങളുടെ ഒരു പ്രശ്നമാണ്. കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീൽ എന്ന് പറയുമ്പം അതിനകത്തൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു സമാനത അതിനകത്ത് വേണം, 2 ശക്തികൾ തമ്മിലുള്ള ചർച്ചയുടെ ഇടം വേണം. ഇത് വളരെ ഏകപക്ഷീയമാണ്. നമ്മൾ ഏകപക്ഷീയമായൊരു കരാറാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാനത് പറയുമ്പോൾ പക്ഷേ അതൊരു പൊളിറ്റിക്കലായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ കെടുതികൾ വലിയ തോതിൽ അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 18% കുറച്ചു എന്നാണ് പറയുന്നത്. 18% കുറച്ചു. 25% ആദ്യം റെസിപ്രോക്കൽ താരിഫ് വെച്ചു, പകര ചുങ്കം എന്ന് സാർ നേരത്തെ പറഞ്ഞ്. മറ്റൊന്ന് പ്രതികാര ചുങ്കം എന്ന് പറഞ്ഞ് പിന്നൊരു 25% വെച്ചു.
ആദ്യം കൂട്ടി പിന്നെ കുറച്ചു. നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വിലയിടുന്നത് പോലത്തെ പരിപാടിയാണത്. ആദ്യം കൂട്ടി വലിയൊരു താരിഫ് നമ്മളെ മേലിൽ അടിച്ചേൽപ്പിച്ചു, എന്നിട്ട് നമ്മൾ 18 കൊണ്ടുവന്നു. സത്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന താരിഫ് 8% പോലെ മാത്രം ഉണ്ടായിരുന്ന താരിഫിനെ 18% ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വലിയ തോതിലുള്ള US ഉൽപ്പന്നങ്ങളുടെ ഡംപിങ്, വലിയ തോതിലുള്ള വരവ് ഇവിടേക്ക് ഉണ്ടാവും. നമുക്കതിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മൾ സാങ്കേതികമായും വലിയ മുന്നേറ്റം പ്രാപിക്കാത്ത നമ്മുടെ കർഷക സമൂഹം, വേറെയും പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കർഷക സമൂഹത്തിന് മേലേക്കാണ് ഈ വിപണി തുറന്നു കൊടുക്കുകയും ഇത്രയും വില കുറഞ്ഞ ഫെഡറൽ പിന്തുണയുള്ള ഉൽപ്പന്നങ്ങൾ, വളരെ അവിടെ തന്നെ നികുതി ഇളവ് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, അതിനേക്കാൾ വില കുറച്ച് ഇന്ത്യയിൽ കൊടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊരു സമാനതയുടെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. രണ്ട് ശക്തികൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല ഈ കരാർ ഉണ്ടായിരിക്കുന്നത്, അത് ഏകപക്ഷീയമാണ്. ആ കരാറിനെ മാറ്റേണ്ടതാണ്. ആ കരാറിനെക്കുറിച്ചുള്ള വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ്. അത് ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യയിൽ. അത് എനിക്ക് തോന്നുന്നു അതൊരു അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായി വന്നുകൊണ്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയമായി ഇതിനൊക്കെ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നമുക്ക് രാഷ്ട്രീയമായ ഉത്കണ്ഠകളുണ്ട്. ഈ രാഷ്ട്രീയമായ ഉത്കണ്ഠകളെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്? ഒരു ദിവസം രാവിലെ റെഡി 1 2 3 എന്നൊരു സമരം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു സമരത്തിൻ്റെ എന്തുണ്ടാവണം? അതിനൊരു ബേസിസ്, അടിസ്ഥാനം വേണം. ഇപ്പം നിങ്ങൾ നോക്കൂ, കർഷകർ ഇപ്പോൾ യോജിക്കുന്നു, അതിനകത്ത് പ്രതിപക്ഷം ഒക്കെ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു സമരത്തിൻ്റേതായ ഒരു പോളിറ്റി രൂപപ്പെടുത്തി വരികയും പ്രതികരണത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായി വരികയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ആശാവഹമായ കാര്യമാണ്. അപ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീലിനകത്ത് എന്തായാലും ഈ ഏകപക്ഷീയമായ സ്വഭാവമുണ്ട്. നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടതാണ്. തീർച്ചയായും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്ന സ്വാർത്ഥതയ്ക്കാളപ്പുറം ലോകത്തുടനീളം സംഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റെ കൂടി ജീവിതവുമായും, ഇപ്പോൾ നിരവധി പ്രവാസികൾ നമുക്കുണ്ട്. പ്രവാസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ട്രോമയാണ്. നമ്മളെല്ലാവരെയും ആ ട്രോമ, നമ്മൾ പ്രവാസം ആവണമെന്ന് കാര്യമില്ല, ആവേണ്ടതില്ല. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ പ്രവാസവുമായി ബന്ധപ്പെട്ടാണ്. ഈ താരിഫ് യുദ്ധമാവട്ടെ, ഇറാനെതിരായ ആക്രമണങ്ങളാവട്ടെ, വെനിസ്വേലയ്ക്കെതിരായ സംഗതികളാവട്ടെ, അതൊക്കെ നേരെ നമ്മുടെ ജീവിതത്തെ തന്നെയും ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒറ്റ വരിയുടെ അതിന് നമ്മൾ മറികടക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ കുറച്ചുകൂടി ഒരു കോസ്മോപൊളിറ്റനായ സംഗതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു കുടിയേറ്റക്കാരനോട് പുറമേന്ന് വന്നവൻ എന്ന ബോധത്തിൽ നിന്നൊക്കെ നമ്മൾ മാറുകയും കുറെ കൂടി ഹ്യൂമാനിറ്റേറിയനായ ഒരു കാഴ്ചപ്പാട്, ബിയോണ്ട് ദ ബൗണ്ടറീസിലേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ രാഷ്ട്രീയത്തെ ചെറുക്കാനാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ പറഞ്ഞ മാതിരി ഹ്യൂമാനിറ്റേറിയൻ, അതിലേക്ക് മനുഷ്യനാവുക ലോകത്താകെ എന്ന് പറയുമ്പോഴാണ് ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഇവിടെ എന്തിനാണ് ജാഥ വിളിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത്. എത്രയോ കിലോമീറ്ററുകൾക്ക് മനുഷ്യർക്ക് വേണ്ടി ഇവിടുത്തെ വിഷയം നോക്കിക്കൂടെ എന്ന് പറയുന്നൊരു ചോദ്യം കൂടി മുഴച്ചു നിൽക്കുന്ന കാലമാണ്. അവസാനം ഡീലിനെ കുറിച്ച് അവർ ഡീലിൽ ജനാധിപത്യം വേണം, അപ്പോൾ നിങ്ങൾക്കും അവസരം വേണം. 5 മിനിറ്റേ ഉള്ളൂ. എന്നോടൊഴികെവരോട് 3 ആളോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, മൈക്ക് ഓടിക്കുക, മൈക്ക് ഒന്ന് ഓടിക്കോട്ടെ. ചോദ്യവും ചുരുങ്ങണം, മറുപടിയും ചുരുങ്ങണം കേട്ടോ. അടുത്ത ടീം പാപ്പുട്ടി സാറും രഞ്ദീപ് സാറും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങളെങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പ്രൊഫസർ രാമകൃഷ്ണനോടാണ് എൻ്റെ ചോദ്യം. ഈ ഇറാനെ പറ്റിയിട്ട് ഇപ്പോൾ ട്രംപിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലും പിന്നെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും വരുന്നുണ്ട്. ഇറാനുള്ളിൽ ഭയങ്കരമായ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ടെന്നുള്ളത്. ആ ഏരിയ സാറിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് തന്നെ ആ വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യ ബാർഗെയിൻ ചെയ്തു, അല്ലെ ഇന്ത്യ ഈ ഡീലിന് US ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അമേരിക്കയായിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തി, ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ഇപ്പം നിലവിലെ ഫ്രെയിംവർക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ആ ഇന്ത്യ ചർച്ച ചെയ്തു എന്നുള്ളത് എത്രത്തോളം ശരിയാണ്? കാരണം ഇന്ത്യയുടെ പുറത്ത് ഒരുപാട് ഇപ്പം മോഡിക്കെതിരെയുള്ള ആരോപണങ്ങൾ, അദാനിക്കെതിരെയുള്ള ആരോപണങ്ങൾ, പിന്നെ റീസെൻ്റ്ലി വന്ന എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഇത് മുന്നിൽ വെച്ചിട്ട് ഇന്ത്യ എത്രത്തോളം ഈ ഡീലിൽ ഡിസ്കഷൻ നടത്തി അല്ലെ ബാർഗൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ആദ്യം ചർച്ച നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചർച്ച നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 50% താരിഫാക്കി പിന്നെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെ. ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബില്ലാണ് ഇതിലെ പ്രശ്നം. കാര്യമായിട്ട് സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പൊളിറ്റിക്കൽ ബില്ല് പിന്നെ പ്രവർത്തിക്കില്ലല്ലോ. അത്തരത്തിൽ
പിടിച്ചു നിൽക്കാനും ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളെയൊക്കെ ഒന്നിച്ച് നിർത്തി ഒരു ഓൾട്ടർനേറ്റീവ് നേതൃത്വം ലോകത്തിൽ ഉണ്ടാക്കണം, അങ്ങനെയുള്ള എംബിഷൻസ് പോലും ഇല്ലാത്ത നേതൃത്വങ്ങളാണ് നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് നടക്കുന്ന പിന്നെ ഈ സംഭാഷണങ്ങളൊക്കെ ഈ താരിഫിനെ സംബന്ധിച്ചായാലും ഇന്ത്യ അമേരിക്കൻ സാമ്പത്തിക ബന്ധങ്ങളെ സംബന്ധിച്ച് പൊതുവിലായാലും അതിൽ ഒരു തുല്യശക്തി ഏതായാലും അല്ലാതെ കാരണം അമേരിക്കൻ മിലിറ്ററി ഡോമിനൻസ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന് ഇന്നും ചാലഞ്ച് ചെയ്യാൻ പറ്റാത്ത തരം ഡോമിനൻസാണ്. അതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തികമായി പല വീക്ക്നെസ്സസ് ഉണ്ടെങ്കിലും അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്ന ആ മിലിറ്ററി ശക്തിയുടെ ഭീഷണി ഇപ്പം വെനസ്വേലയിലൊക്കെ ചെയ്തതുപോലെ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ്. ഈ ഗ്യാപ്പ് വളരെ വലുതാണ്. അപ്പോൾ ഇതിനെ ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി നേരിടുന്ന ഒരു നേതൃത്വമല്ല നമുക്കുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം എന്ത് മാധ്യമങ്ങളിൽ എന്ത് തന്നെ പ്രചരിപ്പിച്ചാലും അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട് എന്നുള്ളത്. ചർച്ച നടക്കുന്നില്ല, ആ ചർച്ച ഏകപക്ഷീയമാണ് എന്ന് നമുക്കിപ്പോൾ തോന്നുന്നതാണ്. ഇറാൻ്റെ കാര്യം വിശദമായി സംസാരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇറാനിൽ ജനങ്ങളുടെ വലിയ എതിർപ്പുകളുണ്ട്. അത് നമ്മൾ തുടക്കം അറിയാമല്ലോ. അത് പിന്നെ ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലുള്ള മെർച്ചൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അത് പിന്നെ ഇറാനിയൻ റിയാലിൻ്റെ അതിൻ്റെ കാരണങ്ങളൊക്കെ പോയാൽ അമേരിക്കയുടെ ഒക്കെ നയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാങ്ഷൻസിൻ്റെ ഇത്രയും കാലത്തെ റവല്യൂഷൻ തൊട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ച അന്ന് തൊട്ട് 1979 തൊട്ട് ഇന്ന് വരെ സാങ്ഷൻസ് നേരിടുന്ന ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ പ്രശ്നമുള്ളതാണ്. ഒരുപക്ഷെ ലോകത്തിലെ വലിയൊരു ശാസ്ത്ര സമൂഹമുള്ള രാജ്യമെന്നുള്ള നിലയ്ക്ക് വലിയ തോതിലുള്ള ഹെൽത്ത് കെയർ സംവിധാനങ്ങളുള്ള രാജ്യമെന്നുള്ള നിലയ്ക്ക് ഇറാൻ പിടിച്ചു നിൽക്കുകയാണ്. ഒരുതരം റെസിസ്റ്റൻസ് ഇക്കോണമി എന്നൊക്കെ ആയത്തുള്ള ഖമനൈ പറയുന്ന രീതിയിലുള്ള ഒരു അതിനു പോലും ഇന്ന് സാധ്യമല്ലാത്ത വിധത്തിലേക്കുള്ള സ്ഥിതി. ഈ ബാസാറി ക്ലാസ് മർച്ചൻ്റ് ക്ലാസ് എന്ന് പറയുന്ന ഇറാനിലെ രാഷ്ട്രീയത്തിൽ നൂറ്റാണ്ടുകളായി വലിയ തോതിലുള്ള ഒരു ശക്തിയായിട്ട് ഉണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ടൊബാക്കോ റവല്യൂഷൻ ആണെങ്കിൽ 1906 മുതൽ 11 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെൻറ്റിലാണെങ്കിൽ പിന്നെ മുസാദിഖിനെ പുറത്താക്കിയതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ 53-ലൊക്കെയുള്ള പ്രതിഷേധങ്ങളിലാണെങ്കിൽ 63-ലെ ഷായുടെ വൈറ്റ് റവല്യൂഷനെതിരെയുള്ള മൂവ്മെൻറ്റിലാണ്. ഇതിലൊക്കെ ഈ ബാസാറി ക്ലാസ് നല്ലവണ്ണം പങ്കെടുത്തവരാണ്. ഈ പിന്നെ റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് സാമ്പത്തികമായി നിലനിർത്തുന്നതും ഈ മർച്ചൻ്റ് ക്ലാസ്സാണ്. അവരിൽ നിന്ന് പ്രതിഷേധം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം കാര്യമായി ഈ ക്ലർജിയെ നിലനിർത്തുന്ന ക്ലാസ്സിൽ നിന്ന് തന്നെ അവരുടെ ഭരണത്തിനെതിരെ ശബ്ദമുയരുന്നു എന്നുള്ളതാണ്. ഈ ജെനുവിനായിട്ടുള്ള ജനകീയവും സാമ്പത്തിക ശക്തികളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഈ സമരത്തെ ഒരു ഘട്ടത്തിൽ ഈ പിന്നെ പ്രത്യേകിച്ച് ഇറാന് പുറത്തുള്ള ശക്തികൾ, അത് ഇസ്രായേലാണെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിലും ഈ റീസ പഹ്ലവി എന്ന് പറയുന്ന പഴയ ഷായുടെ മകനാണെങ്കിലും ഇവരൊക്കെ ഒരുതരം മൊണാർക്കിസ് രീതിയിലുള്ള ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ശബ്ദമാക്കി അതിനെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻസും പലതും നടക്കുകയുണ്ടായി. ആ ഡെമോൺസ്ട്രേഷൻസിൽ പലപ്പോഴും പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് ഇവിടെ ജനകീയമായിട്ടുള്ള പ്രതിഷേധമില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടെ പറയാം. ഞാൻ ഒരു സെമസ്റ്റർ ഈ കോവിഡിന് തൊട്ടു മുമ്പാണ് ടെഹ്റാനിലെ അല്ലമ തബ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചത്. ഞാൻ 6 മാസം ഞാൻ സംസാരിച്ചിട്ടുള്ള എത്രയോ ഒരു 10-600 മനുഷ്യരുമായിട്ടുള്ള ഒരു അക്കാഡമിക് എന്നുള്ള നിലയ്ക്ക് ഞാൻ അത്തരത്തിലുള്ള സംഭാഷണം. ഇതിൽ സുപ്രീം ലീഡറിനോട് അയത്തുള്ള അലി ഖമനയോട് കൂറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളെപ്പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണോ എന്ന് ചോദിച്ചാൽ ആണ്.
അല്ലാന്ന് പറയും, നേരത്തേക്കുള്ള സമരങ്ങളിൽ ഒരിക്കലും സുപ്രീം ലീഡറിനെ ചാലഞ്ച് ചെയ്യാറില്ലായിരുന്നു. രാഷ്ട്രീയ വ്യവസ്ഥയെ പെഷസ്കിയാനോടല്ല, പ്രസിഡൻറ്റിനോടല്ല ഇന്നത്തെ സമരം എന്ന് പറയും. അപ്പോൾ ആ വ്യവസ്ഥയോടുള്ള ഒരു പ്രതിഷേധം പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതിന് പുറത്തുനിന്നുള്ള ശക്തികൾ ഉപയോഗിക്കാൻ നോക്കുകയും ഇറാൻ്റെ രാഷ്ട്രീയത്തെ മാറ്റി തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഒട്ടും ചുരുക്കി കാണേണ്ടതായിട്ടില്ല. കാരണം ഇറാൻ ഒരുവിധ പാലസ്തീനിയൻ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ പശ്ചിമേഷ്യ മേഖലയിൽ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് നിലപാടുള്ള രാജ്യമായി നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത്. ആ നിലപാടിനെ നിലനിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രതിപക്ഷം ആണോ വളർന്നു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യം വരുന്നത്. ആ പ്രതിപക്ഷത്തെ ആകമാനം ഒരു രാജഭരണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടായിട്ട്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടായി മാറ്റാനുള്ള തകൃതിയായിട്ടുള്ള ശ്രമം നടന്നു. ലോക മീഡിയയിൽ അത് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ റീസ പാഹ്ലവിയുടെ ഇസ്രായേൽ ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം എല്ലാ മാസവും ഇസ്രായേലിൽ പോയി നെതന്യാഹുവുമായിട്ട് സംസാരിക്കുന്ന ആളാണ്. സ്വന്തം രാജ്യത്ത് ഇസ്രായേൽ ബോംബ് ചെയ്തപ്പോൾ ഇനിയും ബോംബ് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഒരാളെയാണ് ആ രാജ്യത്തിൻ്റെ നേതാവൊക്കെ ആയിട്ട് പ്രതിഷ്ഠിക്കുന്നതെന്ന്. പക്ഷേ ഒരു 6 മാസം മുമ്പുള്ള ഈ രാജഭരണത്തിന് അനുകൂലമായിട്ട് ഉള്ള ഒരു നിലപാടിൻ്റെ അതിന് യോജിക്കാത്ത മനുഷ്യർ ഇന്ന് അതിന് യോജിക്കുന്ന വിധത്തിലേക്ക് മാറ്റാൻ, ഇറാനിലെ ആൾക്കാരുടെ തന്നെ മനോഭാവം മാറ്റാൻ ഈ മാധ്യമ പ്രചരണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ദയനീയമായിട്ടുള്ള കാര്യവും കൂടി അതിലുണ്ട്. എങ്കിലും അത്തരം ഓൾട്ടർനേറ്റീവ് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ലോകരാഷ്ട്രീയത്തിൽ ഇറാന് നൽകാവുന്ന സംഭാവനകൾ, അത് അവിടെ ഭരണമാറ്റം വന്നാൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രധാന പ്രതിസന്ധിയിൽ നമ്മളൊക്കെ എത്തിച്ചേരുന്നത്. നമുക്കുള്ള കൺസേണും യഥാർത്ഥത്തിൽ അതാണ്. താങ്ക് യു സാർ. തീരുവ യുദ്ധം തുടരുമെങ്കിലും നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി AK രാമകൃഷ്ണൻ സാർ, സനത് സദാനന്ദൻ, മുസ്തഫ P. ഇറക്കൽ. താങ്ക് യു. സദസ്സിൽ വളരെ അധികം നന്നായി പ്രതികരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.